ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തലേദിവസം വെള്ളത്തിൽ കുതിർത്ത കടല പിറ്റേ ദിവസം രാവിലെ കഴുകി വാരി കുക്കറിൽ ഇട്ട ശേഷം അതിലോട്ട് നമുക്ക് 2 സബോള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആവശ്യത്തിനെടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ ശേഷം നമുക്ക് ഈ കടലയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടലയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും, ചൂടുവെള്ളമാണ് അവിടെ ചേർത്തിരിക്കുന്നത്, ചൂടുവെള്ളവും കൂടി ചേർക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് കുറച്ച് പൊടികൾ വേണം. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ചേർത്ത് നമുക്ക് ഇളക്കി കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം. 5 വിസിൽ വന്ന ശേഷം എൻ്റെ കുക്കറിൽ ഇവിടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുക്കറിൻ്റെ വിസിലെല്ലാം മാറ്റി തണുച്ച ശേഷം അയിത്തിൽ നിന്ന് ഞാനൊരു 1/4 കപ്പ് കടലയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വെന്ത കടല. അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് എടുത്തു വെച്ച് മാറ്റി വെച്ച കടലയിലോട്ട് അത് തണുത്ത ശേഷം ഈ പൊടികളും കൂടി ആഡ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ആവശ്യമായ കറിവേപ്പിലയും വറ്റമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അരച്ച് വെച്ചേക്കുന്ന ഈ കടലയും അരപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നോട്ട് കാണും. അതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കടല നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി തിളപ്പിച്ച ശേഷം കടലക്കറിയിൽ നമുക്ക് എണ്ണ തെളിഞ്ഞ് വരും. ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എനിക്കിവിടെ ഇച്ചിരി കൊഴുപ്പോടുകൂടിയുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പം വെള്ളം നമ്മളതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാൻ ഇത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയിൽ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് ഇത് സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.